ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള നിയമസഭാ മന്ദിരത്തിന് മുമ്പിലാണ്. എൻ്റെ കൂടെയുള്ളത് മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള മാരുതി സുസുക്കി ഇ വിറ്റാരയാണ്. ഒറ്റ ചാർജിൽ തിരൂരിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. എത്ര ദൂരം ഓടിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അതിനിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഈ വിറ്റാരൻ്റെ യാത്ര തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇത് തന്നെയാണ് എന്ന് വിചാരിച്ചു. കാരണം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 1861 ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരൂർ ടു ബേപ്പൂർ എന്ന് പറയുന്ന ലൈനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയപ്പെടുന്നു. വേറൊരു കാര്യം, ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. മലബാർ കലാപവും മാപ്പിള ലഹളയും അതുപോലെ തന്നെ വാഗൻ ട്രാജഡി എന്ന് പറയുന്ന വലിയ ദുരന്തവും ഒക്കെ നടന്നത് ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനെ ആസ്പദമാക്കിയിട്ടായിരുന്നു എന്നുള്ളതാണ്. സോ മാരുതിയുടെ ലൈനപ്പിൽ മറ്റൊരു ചരിത്രമാവാൻ പോകുന്ന ഈ വാഹനവുമായിട്ട് ഇതിനു മുമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള മാരുതി സുസുക്കി ഡീലർഷിപ്പിൽ പോയിട്ട് ഇത് 100% നമ്മൾ ചാർജ് ചെയ്യുകയും വാഹനത്തിൻ്റെ ട്രിപ്പ് മീറ്റർ 0 ആക്കി ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യാത്ര തുടങ്ങാണ്. നമുക്ക് ഒരുമിച്ച് മാരുതി സുസുക്കി ഈ വിറ്റാരൻ്റെ റേഞ്ച് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം അല്ലേ. കമ്പനി പറയുന്നത് പ്രകാരം 500 + 543 കിലോമീറ്റേഴ്സ് ആണ്. സോ എത്ര കിട്ടും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് മാരുതി ഈ വിറ്റാര ഒരു ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നുള്ളത്. നമ്മളെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂറായി. നമ്മൾ 100 കിലോമീറ്റർ ദൂരം കവർ ചെയ്തിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഒരു 65-70 ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്താണ് ഓടിച്ചത്. ഫുൾ ടൈം AC ഓണാണ്, ലഗേജസ് ഉണ്ട്, 3 ആൾക്കാരുണ്ട് വണ്ടിക്കകത്ത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1 kWh കൊണ്ട് 4 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. 3.9 ആണ് ആക്ച്വലി ഇപ്പം സ്ക്രീനിനകത്ത് കാണിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മളെ പാലിയേക്കര ടോളാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് വണ്ടി ഇങ്ങനെ ഒരു ഇതുപോലെ കീപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം മുന്നിലുള്ള വണ്ടികൾ പോയാൽ എനിക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഭയങ്കര സ്ലോ ഡൗൺ ആയി. ആ ഒരു സിറ്റുവേഷൻ വരെ 4 തന്നെയായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ 4ലേക്ക് തന്നെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയുള്ളത്. നമ്മളിപ്പം ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എയർപോർട്ടിന്റെ ആ ഒരു ഭാഗത്തെത്താനായി ഇതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ വീണ്ടും മുന്നോട്ട് പോയി നോക്കാം. അതിനിടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റേഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 400-ലധികം കിലോമീറ്റർ ദൂരം ഓടിക്കണം. സോ അതൊരു ഈസി ടാസ്ക് അല്ല. 2-3 ദിവസത്തെ മെനക്കെടാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും, ക്യാമറയ്ക്ക് മുമ്പിൽ കാണുന്ന ഞാനാണെങ്കിലും ക്യാമറയ്ക്ക് പിറകിലുള്ള ശിബിരാണെങ്കിലും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ 2-3 ദിവസം മെനക്കെട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എഫേർട്ടുള്ള പരിപാടിയാണ്. സോ ചെറിയ ചെറിയ അപാകതകളൊക്കെ വരികയാണെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളൊരു കാര്യം ആദ്യം ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഇതുപോലത്തെ റിസ്കുകളൊക്കെ നമ്മൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടും സ്നേഹവുമാണ് അതിന് എല്ലാ കാരണവും. സോ ആ ഒരു കാര്യം നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. കീപ് സപ്പോർട്ടിങ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളൊരു വീഡിയോ കണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇപ്പോൾ ഈ വണ്ടീനെ കുറിച്ചോ നമ്മളെ വീഡിയോനെ കുറിച്ചോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എഫേർട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ലവ് ചിഹ്നവും കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത് രണ്ടും മറക്കരുത്. അതായത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു കൺവേർട്ടഡ് EV കാറല്ല. അതായത് ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു, ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു, അതിനെ പിന്നെ EV ആക്കി അങ്ങനെ ചെയ്തേക്കുന്നതല്ല. ഇതൊരു ബോൺ EV മോഡലാണ് എന്ന് പറയുന്നത്. അതായത് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം, ഡെഡിക്കേറ്റഡ് ഡിസൈൻ, ഡെഡിക്കേറ്റഡ് എല്ലാ ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഈ വാഹനത്തിനകത്തിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഓവറോൾ ഭയങ്കര എയറോഡൈനാമിക് ഡിസൈൻസ് ആണ്. ഈ ഒരു ക്യാരക്ടർ ലൈനുകൾ, അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്രിൽ പാറ്റേൺ കൊടുത്തേക്കുന്നത്, ആ സൈഡിലേക്ക് ഉണ്ടാവും. ഇവിടെ ഒക്കെ എയറിനെ സക്ക് ചെയ്ത് കളയാൻ പറ്റുന്ന തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയറോ ഡൈനാമിക് പാറ്റേൺ ആണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ മെറ്റീരിയൽസും ഗ്രേറ്റ് ആണ്. മാരുതിയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഈടായിട്ട് 5 സ്റ്റാർ NCAP റേറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. സോ ലുക്ക് വൈസ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് എന്നുള്ളതാണ്. പിന്നെ ബാറ്ററി പാക്ക്, 2 ബാറ്ററി പാക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 61 kWh ബാറ്ററി പാക്കാണ്. അത് ഒഫീഷ്യൽ റേഞ്ച് പറയുന്നത് 543 ആണ്. നമ്മൾ ഡ്രൈവ് അനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം, സങ്കടകരമാണ്. നമ്മൾ റേഞ്ച് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ റോഡ് അറിയാലോ. ഇപ്പോൾ നമ്മൾ ഈ ആലുവ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്
2 ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ടു. ഒന്ന് പാലിയേക്കര ടോള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാലത്തിന് എന്തോ പണി നടക്കുന്നുണ്ട്, അവിടെയും ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഒരു 4% ചാർജ് അങ്ങനെ പോയിട്ടുണ്ട്. നോക്കാം. ഓക്കെ, ഫ്ലാറ്റ് ഫ്ലോർ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, വലിയ ബാറ്ററി പാക്ക് വെക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്ലോർ അത്യാവശ്യം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വണ്ടി കിടുവാണ്. ഇനി ഇന്റീരിയറിനെ കുറിച്ചും കൂടി പറയാം. ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. ലെതർ മെറ്റീരിയൽസ്, സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു കളർ ടോണും അടിപൊളിയാണ്. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ ബോക്സ് ആണ്, അതുപോലെ തന്നെ ഒരു ബോക്സ് അങ്ങനെ. ഇതിനകത്ത് ശരിക്കും ഒരു 3 അത്യാവശ്യം നല്ല ട്രോളി ബാഗ്സ് കൊള്ളും. ഇത് സാധാരണയിലും ഇതാട്ടോ മീഡിയം സൈസാണ്. ഇതാണ് ക്യാബിൻ ബാഗ്. അപ്പോൾ ക്യാബിൻ ബാഗ് വേണമെങ്കിൽ ഒരു 4 കൊള്ളും. ഇങ്ങനത്തെ ഒരു 2 വലിയ ബാഗും ഒരു ചെറിയ ബാഗും കൊള്ളും. സോ അത്യാവശ്യം ഒരു 5 ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇനി മുകളിലും ലഗേജ് കൊള്ളും. പാർസൽ ട്രേ ഒഴിവാക്കിയാൽ കുറച്ചും കൂടി നമുക്ക് അവിടെ കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് വെരി നൈസ്. ഓപ്പറേഷനൊക്കെ മാനുവലാണ്. ഇപ്പോൾ നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് 49% തീർന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 188 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 1% കൂടി ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു 190 ആവും എന്ന് വിചാരിക്കാം. ഒരു 10 കിലോമീറ്റർ റേഞ്ചിൻ്റെ പെർസെൻറ്റേജ് ആക്ച്വലി നമ്മളെ ബ്ലോക്കുകളും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്കിൽ നിന്ന് വന്നിട്ട് പിന്നെയും വലിയൊരു ബ്ലോക്കിൽ പെട്ട് സീനാണ്. ബ്ലോക്ക് കൊണ്ട് കുടുങ്ങിപ്പോയി. അത് എന്തോ ആക്സിഡൻ്റ് ആയിട്ടൊന്നുമല്ല, ആളുകൾ മറ്റേ പോലീസുകാർ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായ ബ്ലോക്കായിരുന്നു. കുറേ നേരം അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ്. നമ്മളിപ്പോൾ ആക്ച്വലി പാല, മരങ്ങാട്ടുപള്ളി ആ ഒരു ഏരിയയിലാണുള്ളത്. ഇവിടെ ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ടോർക്ക് നല്ല സഫീഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് ആ ഒരു കയറ്റം കയറാനും ഓവർടേക്ക് ചെയ്യാനും ഇവിടെ നമുക്ക് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് എടുക്കാനും ഒക്കെ നമ്മുടെ വണ്ടിൻ്റെ ആ ഒരു പവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഈ വണ്ടിയുടെ മൊത്തം ടോർക്കും നമുക്ക് ഇനീഷ്യലി തന്നെ കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫണ്ണായിട്ട് നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഭയങ്കര സൈലൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുറച്ചൊരു കാട് പോലത്തെ ഒരു ഏരിയ ഒക്കെയാണ്, കുറച്ചൊരു ഗ്രാമപ്രദേശം ആണ്. അവിടെ ഒരുപാട് നല്ല വലിയ മരങ്ങളും കാടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഉൾ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ ഇലക്ട്രിക് വണ്ടി സൗണ്ട് ഇല്ലല്ലോ, ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൂപ്പർ. പിന്നെ ഒരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാറ്ററി ഞാൻ പറഞ്ഞു 61 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഒരു കാര്യം കൂടി ഓർക്കാം, സേഫ്റ്റി. അതായത് ഈ ബാറ്ററി നെയിൽ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ്, ഡസ്റ്റ് ടെസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ പാസ്സായിട്ടാണ് വാഹനം ഇവിടേക്ക് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു പേടിയില്ല. ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റുമോ, അടിയിൽ തട്ടിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഭയങ്കര ഡീല ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാലും ഒരു ബാഡ് റോഡിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ്ലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതും അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇനി 165 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ളത്. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും ബാറ്ററി പെർസെൻറ്റേജും ഒക്കെ നമുക്കൊന്ന് അനുമാനം ചെയ്ത് സംസാരിക്കാം. അങ്ങനെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ആക്ച്വലി ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് പറയാം. 16% ബാറ്ററി നമുക്ക് ബാക്കിയുണ്ട്. അത് പ്രകാരം 66 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 16 കുറച്ച് കഴിഞ്ഞാൽ 84% ടോട്ടൽ യൂസ് ചെയ്തത്. അതുപയോഗിച്ച് 361 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും 361 × 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 427 കിലോമീറ്റർ അല്ലേ? അത്ര ദൂരം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിസ്സായൊരു 10 കിലോമീറ്ററിൻ്റെ ചാർജ്, അപ്പോൾ അതുകൂടി ചേർക്കേണ്ടത് 430 പുറത്തു പോയി അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 430 മുകളിൽ ഇത് റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടിയേക്കണേ ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് 427. പിന്നെ വേറെ ഒന്ന് 84 ഡിവൈഡ് ബൈ 361 എന്ന് പറയുമ്പോൾ പവർ കൺസപ്ഷൻ ഏറെക്കുറെ 4.29 സംതിങ് ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ 16 × 4.29 68 കിലോമീറ്റർ. ആക്ച്വലി എനിക്ക് തോന്നുന്നു 70 കിലോമീറ്റർ വരെയൊക്കെ നിഷ്പ്രയാസം സഞ്ചരിക്കാൻ പറ്റും എന്നതാണ്. സോ ഇത് ജസ്റ്റ് ഓടി എത്തിയ സമയത്തുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നേരം വെളുത്തിട്ട് സംസാരിക്കാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഇത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 15%, 59 കിലോമീറ്റർ റേഞ്ചും നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ തിരുവനന്തപുരം പോലത്തെ ഒരു സിറ്റിയിൽ നമ്മൾ ചാർജ് ചെയ്യാതെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ലോക്ക് വരുമോ എന്ന് പേടിച്ചതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മുൻകൂട്ടി ചാർജ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ചാർജിങ് സ്റ്റേഷനകത്താണ്. അപ്പോൾ ഒരു കാര്യം പറയാം,
ഓരോ 250 കിലോമീറ്റർ ഡിസ്റ്റൻസിലും മാരുതി ഔട്ട്ലെറ്റുകളിൽ ഏറെക്കുറെ 2000+ ചാർജിങ് യൂണിറ്റുകൾ മാരുതി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ സൗകര്യം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് E4Me. E4Me എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലുണ്ട്, അത് നമുക്ക് കാണിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്, തൊട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ്, വേറെ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ തിരുവനന്തപുരം സിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഏറെക്കുറെ 14,000-ലധികം ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് നെറ്റ്വർക്ക് ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇതിനവർ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരുപാട് തേർഡ് പാർട്ടി ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ ആപ്പിൻ്റെ വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സൗകര്യമുണ്ട്. അതായത് ഓരോ ചാർജിങ് സ്റ്റേഷന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഫുൾ ചാർജ് ചെയ്യാൻ പോവാണ്, കാരണം നമുക്ക് തിരിച്ച് നാട്ടിൽ പോകണ്ടേ. പിന്നെ ഇതിനകത്ത് ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. സോ ഇപ്പം ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ പുറത്താണ്. ആ വണ്ടീൻ്റെ സ്പീഡിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ച് ഒരുപാട് ദൂരം നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കെയർ കൊടുത്താൽ മതി, സ്റ്റിയറിംഗ് വീലും നമ്മളത് മാനേജ് ചെയ്താൽ മതി. ആക്സലേഷൻ ഇപ്പോൾ ഞാൻ 44-ലാണ് സെറ്റ് ചെയ്തിരിക്കണേ, പക്ഷേ നമ്മുടെ സ്പീഡ് 35ആണ്, കാരണം തൊട്ട് മുമ്പേ ഉള്ള വണ്ടി 35 ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ലെവൽ 2 ADAS ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിറ്റാര എടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും? റേഞ്ച് ആങ്സൈറ്റി ആവശ്യമില്ല, കാരണം അത്രയും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വിറ്റാര എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ കിട്ടും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യമാണ് ബാസ്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേമാണെന്ന് പറയാം, ബാറ്ററി ആസ് എ സർവീസ്. 10.99 lakhs rupees കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് സ്വന്തമാക്കാം. പിന്നീട് 3.99 rupees വെച്ച് ഓരോ കിലോമീറ്ററിനും റെൻറ്റ് കൊടുത്ത് ഉപയോഗിക്കാം എന്നതാണ്. സോ ഇതിൻ്റെ ഒരു ടേമും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാസീവായിട്ടുള്ള വണ്ടി, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി, കാണാൻ ഇത്രയും ലുക്കുള്ള വണ്ടി, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഈ ഒരു പ്രൈസിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് കിട്ടും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് എക്സ് ഷോറൂം പ്രൈസിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ ബേസ് വേരിയന്റ് പ്രൈസ് അനൗൺസ് ചെയ്തത്. അതായത് ബാസ് ഇല്ലാതെ 15.9 lakh rupees ആണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസും ഇതിന്റെ സെഗ്മെന്റും അതുപോലെ തന്നെ വലിപ്പവും സ്പേസും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്തും അതൊരു ഗുഡ് പ്രൈസിംഗ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ഓണർഷിപ്പ് പീസ് ഓഫ് മൈൻഡ് ആണ്. അതായത് 3 വർഷം കഴിഞ്ഞിട്ടും 60% ബൈ ബാക്ക് കമ്പനി ഈ ഒരു വാഹനത്തിന് അവകാശപ്പെടുന്നുണ്ട്. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാരുതി വാഹനങ്ങൾ ആ ഒരു കാര്യത്തിൽ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് നമ്പർ 1 ആണ് എന്ന് പറയേണ്ടി വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ വാഹനത്തിനുണ്ട്. പിന്നെ 8 year വാറണ്ടിയും ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. സോ ഓണർഷിപ്പിൻ്റെ ഇത് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വാഹനം സ്വന്തമാക്കുന്ന ആൾക്കാർക്ക് 1 വർഷത്തേക്ക് മാരുതി സുസുക്കി ഈ ചാർജിങ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഫ്രീ ചാർജിങ്ങും മാരുതി കൊടുക്കുന്നുണ്ട്. സോ ഈ വിറ്റാര എടുക്കാൻ ഇനി ഈ ഒരു 4 റീസണിൽ കൂടുതൽ ഒരു പക്ഷേ ആവശ്യം ഉണ്ടാവില്ല അല്ലേ. 5ാമത്തെ റീസൺ, നല്ല റേഞ്ച് കിട്ടും, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലക്ഷറി പ്രീമിയം വാഹനമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെ നമ്മൾ തുടങ്ങിയ നമ്മളെ റേഞ്ച് ടെസ്റ്റ്, അതായത് മാരുതിയുടെ ഏറ്റവും പുതിയ ഈ വിറ്റാരൻ്റെ റേഞ്ച് ടെസ്റ്റ് നമ്മൾ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള തിരൂരിൽ നിന്നായിരുന്നു. എത്തി നിൽക്കുന്നത് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലാണ്. സോ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, ഇതൊരു കിടിലൻ വാഹനമാണ് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യത്തിലാണ് കിടിലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ടോർക്കിയാണ്. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, ഹൈവേയിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു ക്രൂസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത്, ഹില്ലിൽ ഓടിക്കുന്ന സമയത്ത് ഒക്കെയും പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത് നല്ല കംഫർട്ടബിൾ ആണ്, സ്പേഷ്യസ് ആണ്, ടെക്നോളജി അടിപൊളിയാണ്. ഇപ്പോൾ 360 ക്യാമറ സെൻസ് ചെയ്ത് വളരെ പെട്ടെന്ന് സെൻസ് ചെയ്ത് ക്യാമറ ഒക്കെ ആക്റ്റീവായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ സീറ്റ് വെന്റിലേഷൻ, 10-way ഇലക്ട്രിക്കൽ സീറ്റുകളാണ്. അപ്പോൾ അതൊക്കെ തന്നെയും ഗംഭീരമായിട്ടുള്ളൊരു മോഡലാണ്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഇത് ഓടിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് എങ്ങനെയാണെന്നാലും 430 കിട്ടുമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒന്നും കൂടി കെയർ ചെയ്ത് നല്ല രീതിയിൽ ക്രൂസ് കൺട്രോളും അതുപോലെ തന്നെ ആ ഒരു ടോർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ എന്തായാലും ഒരു 470 വരെയൊക്കെ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മുടെ ലൈവ് ടെസ്റ്റിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് റേഞ്ച് ആങ്സൈറ്റി ഇല്ലാണ്ട് മാരുതിയുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അവിടെ ചാർജ് ചെയ്ത്
തേർഡ് പാർട്ടി ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരു പേടിയും പേടിക്കാതെ ഉപയോഗിക്കാവുന്ന ഒരു കിടിലൻ വാഹനം തന്നെയാണ് മാരുതിയുടെ ഈ വിറ്റാര എന്ന് പറയുന്നത്. സോ ഈ ഒരു റേഞ്ച് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.